കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഈ കാറിന്റെ ഒക്കെ ഐറ്റംസ്, ഇപ്പൊ കാറോ ഈ നമ്മുടെ വാഷിംഗ് മെഷീനോ ഇങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളല്ല, അതായത് ഇതിന്റെ ഓരോ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബോഡി ടൈപ്പിൽ വരുന്ന അകത്ത് വരുന്ന പാർട്സ്, ഇതെല്ലാം ഈ CNC മെഷീൻ വെച്ചിട്ട്, അത് കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ എന്നാണ് അതിന്റെ നാം. അതായത് ഇതൊരു കമ്പ്യൂട്ടർ പോലിരിക്കുന്ന ഒരു മിഷീനാണ്. ഈ മിഷീനകത്ത് നമ്മൾ പ്രോഗ്രാമിംഗ് ഉണ്ട്. അതായത് ഒരു സാധനത്തിന്റെ അളവും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു പിക്ചറായിട്ട് എടുത്തിട്ട് അത് കോർഡിനേഷൻ ചെയ്യും, അത് പ്രോഗ്രാം ചെയ്യും. അപ്പൊ ഈ പ്രോഗ്രാമർ ഈ ഒരു സിസ്റ്റത്തിനകത്ത്, അതായത് ഇതിന്റെ ഒരു തലച്ചോറുണ്ട്, ആ തലച്ചോറിനകത്ത് ഇതിനെ ഫുള്ള് കോഡിങ് ചെയ്ത് വെക്കും. അതിന്റെ അളവും അതിന്റെ ആകൃതിയും വിസ്തീർണവും എല്ലാം ഫുള്ള്. ഈ മിഷീനെ പറയുന്നത് വെച്ചാൽ ഇതൊരു റോബോട്ടിക് സിസ്റ്റമാണ്. ഈ മിഷീൻ നമ്മളെ എന്ത് സാധനം എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അത് ഫീഡ് ചെയ്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അടിച്ചിത് തരും. അത് ഒന്ന് രണ്ടും അല്ല, നീ എങ്ങനെയാണോ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ, ഒരു മില്ലിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ കാറിന്റെ ഫുൾ ഐറ്റംസ്